ഇനി നമുക്ക് ഈ ഒരു ഷോർട്ട് കുർത്തി എങ്ങനെ തയ്ക്കാൻ നോക്കാം. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതിന്റെ കട്ടിംഗ് ആണ്. പിന്നെ നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്യാന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇതിൽ ചെറുതായിട്ട് ഒരു പാകിസ്ഥാനി സ്ലീവ് പോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 മീറ്റർ കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ 2.5 മീറ്റർ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇതിൽ ഞാൻ സ്ലീവ് തന്നെ ഒരു എത്താപ്പത്തായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് ഒന്നും ഞാനിത് യൂസ് ചെയ്യുന്നില്ല. അത് കോട്ടന് മീറ്ററിന് 120 വരുന്നത് റേറ്റ്. അങ്ങനെ നല്ല ഭംഗിയിലുള്ള ബോർഡർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടുണ്ട്. മാക്സിമം ഞാൻ ഇതിൽ ക്ലോത്ത് സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം ഞാൻ ഇതിൽ ആകെ 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ സ്ലീവിനും കൂടെ എനിക്ക് ഇതിൽ കിട്ടണം. ഞാനിത് പരാഗിൽ ജസ്റ്റ് ആ ക്ലോത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ എടുത്തതാണ്. അപ്പം ഞാൻ അങ്ങനെ 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. ഇതേപോലെ ബോർഡർ ഒക്കെ വരുന്നതുകൊണ്ട് കല്ല ഇഷ്ടപ്പെട്ടു ഈ കളറൊക്കെ. ഇത് ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്നത് 12 ഇഞ്ചിലാണ്. ബാക്കി എനിക്ക് സ്ലീവിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ബോർഡർ തന്നെ 11 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ലിറ്റിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് വരെ നമുക്ക് ഈ ഒരു ബോർഡർ വരും. അപ്പോൾ ഞാനിത് ബോറാവുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെ ലെങ്ത്ത് എനിക്ക് ഒരു 27 ഇഞ്ചൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ മൊത്തം ഇതൊരു 28 സീം എലവൻസ് ഒക്കെ കൂട്ടിയിട്ട് ഒരു 28.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈനാക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് വേണം നമുക്ക് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താൻ. ഇത് ബോർഡർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ ഷോൾഡർ ഒരു 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആം ഹോൾ 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് എനിക്കൊരു 34 ചെസ്റ്റ് വരുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റിയ മെഷർമെൻ്റ് ആണ് ഞാൻ ഇവിടെ പറയണത്. ചെസ്റ്റ് ഞാനിവിടെ 9 എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 10.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. നെക്ക് ഞാനിപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുന്നില്ല നമുക്ക്, കാരണം ഇത് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് വി നെക്ക്. ഇനി നമുക്കിതിൻ്റെ വേസ്റ്റിൻ്റെ ഒരു ഇറക്കം നമുക്ക് ഏകദേശം ഒരു 13.5 ഇഞ്ച് എടുക്കാം. അത് എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രൈറ്റ് ലൈന് വരച്ചു കൊടുക്കാം. നമ്മൾ 13.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് 14, 15 ഒക്കെ ഉണ്ടാവും. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹിപ്പ് റൗണ്ട് ഞാനിവിടെ ഒരു 20 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ലിറ്റ് വരിക. എന്നിട്ട് ആ ഒരു 20 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വേസ്റ്റും ഹിപ്പ് റൗണ്ടും ഞാൻ മുകളിൽ എത്രയെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ആ ക്ലിപ്പ് എടുത്തത് മിസ്സായിപ്പോയി. മിസ്സായിട്ടില്ല കേട്ടോ, സോറി. ഇതിൻ്റെ വേസ്റ്റ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ചാണ്. ഹിപ്പിൻ്റെ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളത് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 11.5 ഇഞ്ചാണ് കേട്ടോ. ഈ മെഷർമെൻറ്റൊക്കെ നിങ്ങളനുസരിച്ചിട്ട് ആക്കുക. എനിക്ക് ഇത് കുറച്ചും കൂടെ ലൂസിൽ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സ്ലിറ്റിൻ്റെ താഴ്ഭാഗമല്ലേ നമ്മൾ 11.5 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ, ആ ഒരു അളവ് തന്നെ താഴെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മുകളിൽ അടയാളപ്പെടുത്തിയ 11 താഴെ അടയാളപ്പെടുത്തിയ 11 ഇതേപോലെ സ്ട്രെയിറ്റ് ആക്കി വരക്കാം. ബാക്കി നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്ലിപ്പാണ് എൻ്റെ അടുത്ത് ആദ്യം മിസ്സായത്. അതാണ് ഞാൻ നേരത്തെ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആം ഹോൾ ഷേപ്പ് ചെയ്യാം. ഞാൻ ഇതേപോലത്തെ ഫ്രഞ്ച് കേവ് വെച്ചിട്ടാണ് കേട്ടോ ഷേപ്പ് ചെയ്യണത്. അതാകുമ്പോൾ നല്ല വൃത്തിയിൽ നമുക്ക് നല്ലൊരു ഷേപ്പ് തന്നെ കിട്ടും. ഇനി ഇതിലത്തെ ഫ്രണ്ടിലേക്ക് ഉള്ളത് ഞാൻ ഇതേപോലെ ഒന്ന് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ആം ഹോൾ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തില്ല, അതിപ്പോൾ തന്നെ കട്ട് ചെയ്യണ്ട. അതിന് മുകളിലുള്ള ആ ഒരു ഭാഗം മൊത്തം കട്ട് ചെയ്തിട്ട് എടുക്കുക. കുഴിച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബാക്ക് പോർഷൻസ് മാറ്റിയിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രം വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. ഞാൻ ഈ കാണിച്ച 3 ഭാഗത്തും നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് ഓപ്പൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെങ്ത്തിലാണോ ഓപ്പൺ വരുന്നത് അതാണ് കേട്ടോ, ആ ഒരു അളവാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലത്തെ ഭാഗം മാറ്റുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് മാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് മൊത്തം കട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് സ്ലീവിന് വേണ്ടിയിട്ട് കുറച്ച് എത്താപത്തായിട്ടാണ് എനിക്ക് ക്ലോത്ത് കിട്ടിയിട്ടുള്ളത്. ഇത്ര മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 2.5-2.25 ഇഞ്ചൊക്കെ മീറ്ററൊക്കെ എടുക്കാൻ വേണ്ടി നോക്കുക. ഞാനിതിൻ്റെ ബോർഡർ മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ബോർഡർ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ അത് മാത്രം കട്ട് ചെയ്തിട്ട് ആണ് പിന്നെ അതിന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഈ സ്ലീവിൻ്റെ മൊത്തം ഇറക്കം എനിക്കൊരു 20 ഇഞ്ചൊക്കെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾ സാധാരണ എങ്ങനെയാണോ സ്ലീവ് കട്ട് ചെയ്യണം അതേപോലെ നമുക്ക് കട്ട് ചെയ്യട്ടോ. ഞാൻ ഇതേപോലെയാണ് ചെയ്യാറ്. ആ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടോപ്പില്ലേ, അതിലെ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ വെച്ചിട്ട് ആ സ്ലീവിൻ്റെ ആ ഷേപ്പിൽ ഇങ്ങനെ
ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ സാധാരണ എങ്ങനെയാണ് ചെയ്യല്, നിങ്ങൾ എങ്ങനെയാണോ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം വരക്കല് വെച്ചാൽ അങ്ങനെ വരച്ചോളിട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബോർഡറും കൂടെ വെച്ചിട്ട് മൊത്തം 20 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 20 ഇഞ്ചിൻ്റെ പകുതി ഒരു 10 ഇഞ്ചിൽ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ട് ഒരു 6 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് ഒരു 7.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബോർഡർ വരുന്നത്. ഇതേപോലെ ആയിരിക്കും ഞാൻ വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ അറ്റം. സ്ലീവിൻ്റെ അറ്റം ഒരു 8 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയ ഒരു 7.5 ഇഞ്ചില്ലേ, അവിടെ നിന്നുകൊണ്ട് ഈ 8 ഇഞ്ച് ഇങ്ങനെ ഈ സ്ലീവിൻ്റെ അറ്റത്തോട്ട് ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പാകിസ്ഥാനി സ്ലീവ് പോലെ ഒരു ഫീല് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടും ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. എനിക്കിത് സ്ലീവിൻ്റെ തുണി തികയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ക്ലോത്ത് എടുത്താൽ നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ തന്നെ സ്ലീവ് നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് 21 ഇഞ്ച് എനിക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സീം അലവൻസൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു 20 ഇഞ്ചൊക്കെ ആയിട്ട് സ്ലീവിൻ്റെ ഇറക്കം കിട്ടും. എന്നിട്ട് നമുക്ക് ഈ സ്ലീവ് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ നേരത്തെ ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതേപോലെ ബാക്ക് മാത്രം എടുത്തിട്ട് ഒരു 2 ഇഞ്ച് ലെങ്ത്ത് ഇതേപോലെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഒരു 2.25 ആയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് റൗണ്ടായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് ഞാനിത് നമ്മൾ ലൈനിങ് വെക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഇതേപോലെ അങ്ങനെ വെച്ചിട്ട് മറിച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നെക്ക് ക്യാൻവാസിൽ അടയാളപ്പെടുത്തുക. ഒരു ക്യാൻവാസ് ഇതേപോലെ 2 ആക്കി മടക്കണമെന്നുണ്ട്. അതിൻ്റെ നെക്ക് വിടുത്ത് വരുന്നത് ഒരു 2.25 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ലെങ്ത്ത് 6 ഇഞ്ച്. നിങ്ങൾക്ക് ലെങ്ത്തൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ബോക്സാക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ, നെക്കിൻ്റെ ലെങ്ത്ത് അത്ര ആയിരിക്കും ഈ ഒരു 6 ഇഞ്ച് എടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് ഇനിയും കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കാം. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ 2 പോയിൻ്റിൽ നിന്ന് ഇങ്ങനായിട്ട് ഒരു വി പോലെ വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ വരച്ച അവിടെ നിന്ന് കണ്ട് പുറത്തോട്ട് ഒരു 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊന്നും ഇതേപോലെ ലൈനാക്കി വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ക്യാൻവാസ് നമ്മൾ 2 ആക്കി മടക്കിയേക്കണം കേട്ടോ, അത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇത് നിർത്തുമ്പോൾ ഇതേപോലെ നല്ല കറക്റ്റായിട്ട് വി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ക്ലോത്തുമ്പോൾ അയൺ ചെയ്തിട്ട് എടുക്കണം. ഇതേപോലെ ഒരു നമുക്ക് ബാക്കി വന്ന കഷ്ണം ഇതേപോലെ ഞാൻ വെച്ചിട്ട് ഇതിൽ 2 വശം വരുന്നുണ്ട്. ഒരു ഗ്ലേസിങ് വരുന്ന വശമുണ്ട്, ഒന്ന് മാറ്റായിട്ടുള്ളതുണ്ട്. ആ ഗ്ലേസിങ് വരുന്ന വശം ക്ലോത്തിൽ വരുന്ന രീതിയിൽ നമുക്ക് അയൺ ചെയ്തിട്ട് എടുക്കാം. ഞാൻ അയൺ ചെയ്തിട്ട് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ഇഞ്ച് ബാലൻസ് വരുന്ന രീതിയിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പകുതി മടക്കിയിട്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നെക്കിൻ്റെ കട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ കട്ടും ഇതിൻ്റെ കട്ടും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസുമ്പോൾ തട്ടാത്ത രീതിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മുട്ടുസൂചിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു 1/4 ഇഞ്ച് വിട്ടുകാണ്ട് അവിടെ തന്നെ വീല് കട്ട് ചെയ്തിട്ട് ക്യാൻവാസ് ഒന്ന് മറിച്ചിട്ട് അയൺ ചെയ്തെടുക്കുന്നുണ്ട്, നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബാക്ക് നെക്കിന് ഞാൻ ഇതേപോലെ നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ പീസ് നേരത്തെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇതേപോലെ ഒന്ന് മറിച്ചടിച്ചതാണ്. ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് വെക്കാം. ഞാൻ ബോർഡറിൻ്റെ ഭാഗം സെപ്പറേറ്റ് വേറെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ ഇതിനൊപ്പം ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ. ഇത് കണ്ടില്ല, ഇതേപോലെ ഞാൻ ജോയിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനൊന്നും ആവശ്യം വരില്ല, നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ക്ലോത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ നോർമലി സാധാരണ എങ്ങനെയാണ് സ്ലീവ് വെക്കണം അതേപോലെ സ്ലീവ് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, സ്ലിറ്റൊക്കെ ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഫോണിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ചെറുതായിട്ട് ഒരു പാകിസ്ഥാനി സ്ലീവൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ട്രെൻഡ് കഴിഞ്ഞോന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഈ ഒരു മോഡലിൽ കുറേ ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. കോളേജ് വിയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളൊക്കെ ഓർഡർ ചെയ്യണത്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാകും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.